നമ്മുടെ മിക്ക താരങ്ങളും ചില കഥാപാത്രങ്ങൾ ചെയ്ത് അപ്രതീക്ഷിതമായി ഞെട്ടിക്കാറുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഞെട്ടിച്ച പ്രമുഖ താരങ്ങളുടെ 9 കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ അടുത്ത കാലയളവിൽ, അതായത് 2010 ശേഷമുള്ള പ്രകടനങ്ങളെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നതാണ് ACP ആന്റണി മോസസ്. ബോബി സഞ്ജയ് രചിച്ച് റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത മുംബൈ പോലീസ് പുറത്തിറങ്ങിയിട്ട് 10 വർഷം തികയുകയാണ്. താൻ സ്വവർഗാനുരാഗിയാണെന്നും സുഹൃത്തായ ആര്യനെ കൊലപ്പെടുത്തിയത് താനാണെന്നും തിരിച്ചറിയുന്ന സീനിൽ ആന്റണി മോസസിന്റെ മുഖത്തുണ്ടാകുന്ന ഞെട്ടലിന്റെ 100 ഇരട്ടി ഞെട്ടലായിരുന്നു പ്രേക്ഷകന്. ഒരിക്കലും പൃഥ്വിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കഥാപാത്രവും പ്രകടനവുമായിരുന്നു ചിത്രത്തിലേത്. ഗണ്ണുണ്ടല്ലോ ഒരു അത്യാവശ്യത്തിന്. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോ എടുത്ത് ഉപയോഗിക്കാൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ഒരു വിഷമം വിചാരിക്കണ്ട. അവനവന്റെ തടിയേക്കാൾ വലുതല്ല കണ്ടവന്റെ ജീവൻ. ചോക്ലേറ്റ് ഹീറോ എന്ന ലേബലിൽ തളയ്ക്കപ്പെട്ടു പോയ കുഞ്ചാക്കോ ബോബന്റെ ഇമേജ് ബ്രേക്ക് ചെയ്യാനുള്ള ആത്മാർത്ഥമായ ശ്രമഫലമായി അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ട്രാഫിക്കിലെ ഡോക്ടർ ഏബൽ തരിയൻ. ബോബി സഞ്ജയുടെ രചനയിൽ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ചിത്രം എല്ലാ തരത്തിലും പ്രേക്ഷകരെ ഞെട്ടിച്ച സിനിമയായിരുന്നു. കുഞ്ചാക്കോ ബോബനും രമ്യ നമ്പീശനും സ്ക്രീനിൽ വരുമ്പോൾ പ്രേക്ഷകരൽപ്പം റൊമാൻസ് ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ കുഞ്ചാക്കോ ബോബന്റെ മറ്റൊരു മുഖമാണ് കാണാൻ കഴിയുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഞെട്ടിച്ച കഥാപാത്രമായിരുന്നു ചിത്രത്തിലേത്. എറണാകുളത്തുനിന്ന് വിളിച്ചിരുന്നു. ആ കുട്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. യു ആർ ഫ്രീ ടു ഗോ. 2019 മാത്തുക്കുട്ടി സേവ്യർ ആദ്യമായി സംവിധാനം ചെയ്ത ഹെലൻ എന്ന ചിത്രത്തിൽ അജു വർഗീസ് അവതരിപ്പിച്ച SI രതീഷ് കുമാർ കൊമേഡിയൻ എന്ന ലേബലിൽ നിന്നും അജുവിന്റെ മാറ്റം തുടങ്ങിവെച്ച കഥാപാത്രമായിരുന്നു. നായകന്റെ വാലായി നടക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു പോന്ന അജുവിൽ നിന്നും ഇതുപോലൊരു കഥാപാത്രത്തെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ല ഒന്നാന്തരം ചൊറിയൻ പോലീസായി അജു തകർത്തുവാരി. കാണുന്നവർക്കൊന്ന് പൊട്ടിക്കാൻ തോന്നുന്ന തരത്തിലായിരുന്നു ആ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചത്. പറയാൻ പറ്റാത്ത കേസാണെങ്കിൽ പറയണ്ട. ഹെൽമെറ്റ് ഇല്ലാതെ രാത്രി കറങ്ങിയതല്ലേ, പെറ്റി അടിച്ചിട്ട് പോയിക്കോ. 2013 നേരം എന്ന ചിത്രത്തിലൂടെയാണ് ഷറഫുദ്ദീൻ സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് പ്രേമം എന്ന ചിത്രത്തിലെ ഗിരിരാജൻ കോഴി എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ പ്രേക്ഷകപ്രീതി നേടിയെങ്കിലും മിക്ക കഥാപാത്രങ്ങളും ഏതാണ്ട് ഒരുപോലെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമൽ നീരദിന്റെ വരുത്തനിലെ ജോസി എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതുവരെ കാണാത്ത ഷറഫുദ്ദീനെയാണ് ചിത്രത്തിൽ കണ്ടത്. ഒരുപക്ഷെ ഈ പ്രകടനമായിരിക്കാം അദ്ദേഹത്തെ അഞ്ചാം പാതിരായിലെ ബെഞ്ചമിൻ ലൂയിസിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞ് പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ട് സിനിമയിലേക്ക് വന്ന നടനാണ് സുരാജ് വെഞ്ഞാറമൂട്. 2001 മുതൽ ഏതാണ്ട് 15 വർഷത്തോളം ഹാസ്യ നടനായി നിറഞ്ഞു നിന്ന സുരാജിന്റെ വേറിട്ട വേഷമായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിലെ പവിത്രൻ. എന്നാൽ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച പ്രകടനം കാഴ്ചവെച്ചത് 2016 ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത കരിങ്കുന്നം സിക്സസിലായിരുന്നു. നെൽസൺ എന്ന നിർദ്ദയനും ക്രൂരനുമായ ജയിൽ വാർഡനെയാണ് അദ്ദേഹം ചിത്രത്തിൽ അവതരിപ്പിച്ചത്. അതുവരെ ചിരിപ്പിച്ചു പോന്ന മുഖത്ത് വിരിഞ്ഞ ക്രൂരഭാവം ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നിനക്കൊന്നും ഇതിലൊരു പങ്കില്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഇതെന്റെ കഴപ്പ് തീർക്കാനാടാ. ജനപ്രിയ നായകൻ ദിലീപ് മുൻപ് ചില ചിത്രങ്ങളിൽ നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും സൂപ്പർ താരമായതിനു ശേഷം ഒരു വ്യത്യസ്തമായ പരീക്ഷണം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. 2018 മുരളി ഗോപിയുടെ രചനയിൽ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത കമ്മാര സംഭവത്തിലെ കമ്മാരൻ നമ്പ്യാർ എന്ന കഥാപാത്രം അതിഗംഭീരമായാണ് ദിലീപ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം പരാജയപ്പെട്ടതിനെ തുടർന്ന് അണ്ടർറേറ്റഡ് ആയി പോയ പെർഫോമൻസ് ആയിരുന്നു ദിലീപിന്റെ കമ്മാരൻ. ഞാൻ പറഞ്ഞില്ലേ തീവ്രവാദികള്. 2014 അമൽ നീരദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു അങ്കുർ റാവുത്തർ. ചിത്രത്തിൽ ജയസൂര്യ വില്ലനാണെന്നറിയാമായിരുന്നെങ്കിലും വെറുതെ വന്നുപോകുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്നതിലുപരി ഒരു വലിയ പ്രത്യേകതയൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ചിത്രം ഇറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ജയസൂര്യ ഞെട്ടിക്കുകയായിരുന്നു. ബിരിയാണിയിൽ കുതന്ത്രത്തിന്റെ മസാല ചേർത്ത് വിളമ്പുന്ന അങ്കുർ റാവുത്തറെ മറ്റൊരാളെ പോലും സങ്കല്പിക്കാൻ തോന്നാത്ത രീതിയിൽ ജയസൂര്യ ഗംഭീരമാക്കി. പാപ്പാന 4 മാസം മുന്നാടി നാനും സിത്തപ്പാവും കൂടി ചേർന്ന് കൊന്നു. 6 ഫഹദ് ഫാസിൽ നിരവധി കഥാപാത്രങ്ങളിലൂടെ അനവധി തവണ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഫഹദിനെയായിരുന്നു മധു സി നാരായണൻ സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയിലൂടെ നമ്മൾ കണ്ടത്. പൊതുവെ റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെയാണ് ഫഹദ് ഗംഭീരമാക്കാറ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഫഹദ് മാജിക്കിലൂടെ ഷമ്മിയെ അവതരിപ്പിച്ച് ഞെട്ടിച്ചു കളഞ്ഞു. എന്താ പ്രശ്നം? ഇറക്കി വിട്ടമ്മ. ഞാൻ വ്യഭിചാരം നമ്മൾ അനുവദിക്കരുതമ്മ. നന്നായില്ലമ്മ, നന്നായില്ലേ?
എന്നും വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ നടത്തുന്ന മമ്മൂട്ടിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിധേയനിലും പാലേരി മാണിക്യത്തിലുമൊക്കെ മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ശരിക്കും ഞെട്ടിച്ച ഒരു കഥാപാത്രമായിരുന്നു 2014 വേണുവിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലെ CK രാഘവൻ. ഇരട്ട കൊലപാതകത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട രാഘവൻ യഥാർത്ഥത്തിൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് സംശയിക്കുന്ന പ്രേക്ഷകൻ അയാൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ നിഗൂഢമായ അയാളുടെ ഒരു ചിരിയുണ്ട്. ഈ വെളിച്ചവും സത്യവും എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാ. രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇത്തരത്തിൽ നിങ്ങളെ ഞെട്ടിച്ച പ്രകടനങ്ങൾ ഏതൊക്കെയാണ്? കമന്റ് ചെയ്യുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.